Meet the editors. ചർച്ചയിലേക്ക് എത്തും മുമ്പ് സജി ചെറിയാൻ ഇതാദ്യമായിട്ടല്ലല്ലോ ഇത്തരത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് സജി ചെറിയാൻ ഇതിനു മുമ്പ് വിവാദങ്ങളിൽ പെടുന്നതും പിന്നീട് രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നതും പിന്നീട് തിരികെ വരുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അന്ന് ഭരണഘടനയായിരുന്നു സജി ചെറിയാൻ ആക്രമിച്ചത്. ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞ് മന്ത്രിസ്ഥാനം പോയ ആളാണ് സജി ചെറിയാൻ. നമുക്ക് ആദ്യം ആ പ്രസ്താവന നമുക്ക് നോക്കാം. വിവാദമായ പ്രസ്താവനകളൊന്ന് കണ്ടുവരാം. രാജ്യത്ത് ഏത് ആള് പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. മതേതരത്വം, ജനാധിപത്യം, കുന്തം കുടച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. 1 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഫർ സോണാണ്. ഒരു സംഭവം 1 മീറ്റർ ബഫർ സോൺ ഇല്ല. ഇതിന്റെ ഏതെങ്കിലും DPR ബഫർ സോൺ പറയും. കൃഷി ചെയ്തില്ല ഇവിടെ തന്നെ സംഭവിക്കും. തമിഴ്നാട്ടിൽ അരിയുള്ളത് ഇവിടെ പട്ടണം കിടക്കും. ചില ബിഷപ്പുമാർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേക ഒരു രോമാഞ്ചമുണ്ട്. BJP നേതാക്കന്മാരെ വിളിച്ചത് പ്രത്യേക രോമാഞ്ചം. അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി. കേക്കിന്റെ പീസും പിന്നെ മുന്തിരിങ്ങായിട്ട് വാറ്റിയ സാധനവും എല്ലാം കഴിച്ച് സ്തുതിയൊക്കെ പാടിപ്പോയി. ഈ 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിൽ വായിക്കാൻ എഴുതാൻ അറിയില്ല. അടുത്ത കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യം. അത് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ സൈറ്റിലാണ് ഈ വിഷയം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നു പറയുന്നത്. അല്ലെ ഈ പരാതി പറയുന്ന ആള് ഒരാള് അന്നത്തെ വിവരാവകാശ കമ്മീഷന്റെ മുമ്പാകെ എന്താണ് അപ്പീൽ കൊടുക്കാൻ? ലീഗിനെ കുറിച്ച് സജി ചെറിയാൻ ഇപ്പോൾ പറഞ്ഞ നിലപാടല്ല MV ഗോവിന്ദൻ നേരത്തെ പറഞ്ഞിരുന്നത്. 2023 ജൂലൈ 2 MV ഗോവിന്ദൻ മാഷ് പറഞ്ഞതുകൂടി ഒന്ന് കേൾക്കാം. ഒക്കെ ആയിട്ട് ഞങ്ങൾ തന്നെ മുമ്പും ബന്ധമുണ്ടായിട്ടുണ്ട്. VMSന്റെ ഗവൺമെന്റ് ഈ ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള ഗവൺമെന്റ് അല്ലേ. അപ്പൊ അന്ന് ലീഗ് എടുത്ത ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വരാൻ സാധിച്ചത്. പിന്നീട് അതിൽ നിന്ന് തന്നെ പൊട്ടി വന്നിട്ടുള്ള പാർട്ടികളുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും തന്നെ INL ഉൾപ്പെടെയുള്ള പാർട്ടികളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. അപ്പോൾ ന്യൂനപക്ഷത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ചു പോകുന്ന സമീപനം ഞങ്ങളെല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് അവരുടെ നിലപാടാണ് പ്രശ്നം. സജി ചെറിയാൻ എന്ന് പറഞ്ഞത് കാസർഗോഡ് നഗരസഭയിലെയും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെയും ഒക്കെ പേര് നോക്കിയാൽ അറിയാം അവിടെ ആരാണ് വിജയിച്ചു വന്നിരിക്കുന്നത്. പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം അറിയാം എന്ന് പറഞ്ഞതാണ് സജി ചെറിയാനെ കുടുക്കിയത്. നമുക്ക് ഈ 2 സ്ഥലങ്ങളും ഒന്ന് പരിശോധിച്ച് വരാം. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് കണക്ക് വെച്ചൊന്ന് പരിശോധിച്ചാൽ കാസർഗോഡ് നഗരസഭയിൽ ആകെ 39 വാർഡുകളാണുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ UDFന് 24 സീറ്റുകളുണ്ട്. അതിൽ മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ഇടങ്ങളാണ് 23 ഇടങ്ങൾ. 23 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗാണ്. സ്വാഭാവികമായും മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചു വരുന്നവരാണ്. കോൺഗ്രസിന് 1 സീറ്റുണ്ട്. NDAക്ക് BJPക്ക് അവിടെ 12 സീറ്റുകളുണ്ട്. കാസർഗോഡ് നഗരസഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ മുസ്ലിം ഹിന്ദു പോപ്പുലേഷൻ ഏകദേശം തുല്യമായിട്ട് വരുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ കാസർഗോഡ് നഗരസഭാ പരിധിയിൽ 12 BJP പ്രവർത്തകരെ ഹിന്ദു വോട്ട് ബാങ്കിൽ നിന്ന് വിജയിപ്പിക്കാൻ സാധിച്ചു. അതേപോലെ മുസ്ലിം ലീഗ് 23 കൊണ്ടുവന്നു. അവിടെ LDFന് കിട്ടിയത് 2ആണ്. അതിൽ CPM 1 മറ്റൊരു CPM സ്വതന്ത്രനുമാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇടത് സ്വതന്ത്രനും CPM കൂടി ഇടതുപക്ഷത്തിന് LDFന് കിട്ടിയത് 2, കോൺഗ്രസിന് 1. ബാക്കി ഭൂരിപക്ഷവും പോയിരിക്കുന്നത് 23 സീറ്റുകൾ പോയിരിക്കുന്നത് മുസ്ലിം ലീഗിന്, 12 സീറ്റുകൾ പോയിരിക്കുന്നത് BJPക്ക്. ഇവരുടെ പേരുകൾ നോക്കിയാൽ സ്വാഭാവികമായും BJPയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പേര് നോക്കിയാൽ അതിൽ 100% അത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. BJPയുടെ പ്രതിനിധികൾ മുസ്ലിം ലീഗിലേക്ക് വന്നാലും സ്വാഭാവികമായും മുസ്ലിം ഡൊമിനേറ്റഡ് ഏരിയയിൽ നിന്നുള്ള പ്രാതിനിധ്യം സ്വാഭാവികമായും ആ പേരുകരാവുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കാസർഗോഡ് നഗരസഭയിലെ പേര് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വർഗീയതയെ കാണാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള CPMൻ്റെയും സ്വതന്ത്രനും CPMും ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള പേരുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് മലപ്പുറം നഗരസഭയിലേക്ക് എത്തിയാൽ മലപ്പുറം നഗരസഭയിൽ 45 വാർഡുകളിൽ മുസ്ലിം ലീഗിന് 31, കോൺഗ്രസിന് 6, സ്വതന്ത്രന് 1 LDFനുള്ളത് 7, CPM 5, CPI 1, സ്വതന്ത്രൻ 1 എന്നതാണ് കണക്ക്. നോക്കൂ, മലപ്പുറത്ത് ജില്ലാ വൈസ് പ്രസിഡന്റിൻ്റെ പേരുകൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച അഡ്വക്കേറ്റ് A.P. മിജി ദളിത് വിഭാഗത്തിൽ നിന്ന് പ്രതിനിധീകരിക്കുന്നതാണ്. പക്ഷേ ഓർമ്മിക്കൂ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇക്കുറി ഒരു സംവരണ സീറ്റല്ല. അതായത് ജനറൽ സീറ്റിലാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുസ്ലിം ഇതര സമുദായത്തിൽ നിന്നുള്ള അഡ്വക്കേറ്റ് A.P. മിജിയെ മുസ്ലിം ലീഗ് പരിഗണിച്ചിരിക്കുന്നത്. അത് കൊടുക്കുന്ന സന്ദേശം ചെറുതാണോ? അപ്പോൾ എങ്ങനെയാണ് സജി ചെറിയാന് ഈ പേര് നോക്കിയാൽ വർഗീയത കാണാനാകും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ കഴിയുക? അത് സാങ്കേതികമായി ഫാക്ച്വലായി പോലും ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്.
എന്നുള്ളതാണ് ഇപ്പോൾ ഇത് തെളിയിക്കുന്നത്. നോക്കൂ, ഇത് അഡ്വക്കേറ്റ് AP സ്മിജി മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. താനാളൂരിലെ ഡിവിഷനിൽ നിന്ന് വിജയിച്ചു വന്നതാണ്. ജനറൽ ഡിവിഷനിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥിയാണ്. ജനറൽ ഡിവിഷനിൽ നിന്ന് അഡ്വക്കേറ്റ് AP സ്മിജിയെ വിജയിപ്പിക്കുന്ന മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ലേബൽ ഇപ്പോൾ ചാർത്തിക്കൊടുക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. സജി ചെറിയാൻ ഇന്ന് പേര് നോക്കി പറയാമെന്ന് പറഞ്ഞത് CPM-ന്റെ രാഷ്ട്രീയ ലൈൻ ആണോ എന്നുള്ളതാണ്. ഗോവിന്ദമാഷ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ഒരു CPM നേതാവും സജി ചെറിയനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുമില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, ചോദ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിൽ ഈ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജിമ്മി നമ്മൾ പരിശോധിച്ചിട്ട് ഒരൊറ്റ കാർഡിൽ തന്നെ ഉത്തരവുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് AP സ്മിജിയെ പോലെ ഒരാളെ വിജയിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ്. അതിപ്പോൾ നാമമാത്രമായ ഒന്നാണെന്ന് പറഞ്ഞാൽ പോലും നോക്കൂ, സജി ചെറിയൻ്റെ തിയറി ഇവിടെ തെറ്റല്ലേ? സംശയമൊന്നുമില്ല. അത് ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായി സജി ചെറിയാൻ പറയുന്നതാണ്. മലപ്പുറം കാസർഗോഡ് അത് അപ്പം തന്നെ മുസ്ലിമാണെന്ന് കണക്ട് ചെയ്യണം, മുസ്ലിങ്ങളെ ജയിക്കുമെന്ന് കണക്ട് ചെയ്യണം, അപ്പം നിങ്ങൾക്ക് വർഗീയത മനസ്സിലാകണം. ഇത്രേ ഉള്ളൂ. അതിനകത്ത് ഡീറ്റെയിൽസോ പേര് വിവരങ്ങളോ ഒന്നുമല്ല. പൊതുബോധത്തിൻ്റെ ഭാഗമായി അവിടെ മുഴുവൻ അവന്മാരാണ് എന്ന് പറയുക മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ കണക്കും കുന്തവും കുടച്ചക്രവും ഇതിനകത്തൊരു വിഷയമല്ല. അതാണ് സ്മൃതി. ഇതിൽ നോക്കൂ, ഇവിടെ കാസർഗോഡ് നഗരസഭ നോക്കിയാൽ 39 അവിടെ മുസ്ലിം ലീഗിന് 23 സ്വാധീനമുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് എന്താണ് സജി ചെറിയാൻ പറഞ്ഞത് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളിൽ ഹൈന്ദവ നാമമുള്ളവരില്ല എന്നതാണോ പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ മലപ്പുറം നഗരസഭയിൽ അത് തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ ചർച്ചയിൽ പറഞ്ഞപ്പോൾ നമ്മൾ നോക്കുമായിരുന്നു, അമരാവതിയിൽ ഒരു ഹൈന്ദവ നാമധാരിയായ ഒരു സ്ത്രീയെ വിജയിപ്പിച്ചെടുക്കാൻ മഹാരാഷ്ട്രയിൽ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിനെയും BJPയും സമീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ ചാരി മുസ്ലിം ലീഗിന് വർഗീയ സ്വഭാവമുണ്ടെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നേരിട്ട് മുസ്ലിം ലീഗിനെ ഒരു വർഗീയ കക്ഷിയായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണോ സജി ചെറിയന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്? ഉറപ്പായിട്ടും അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഉറപ്പായിട്ടും മുസ്ലിങ്ങളാണ് കൂടുതലും പ്രതിനിധികളായി വരിക. ഇപ്പോൾ കാസർഗോഡിന്റെ കാര്യത്തിലാണെങ്കിൽ 50-50 എന്ന രൂപത്തിലാണെങ്കിലും ആ പ്രദേശം നോക്കിയാൽ, പ്രത്യേക ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുസ്ലിം പ്രതിനിധികളാണ് കൂടുതലെന്ന് കാണാം. ലീഗ് എല്ലാ കാലത്തും ഹിന്ദു പ്രതിനിധികളെ ബോധപൂർവം തന്നെ ഒന്നോ രണ്ടോ പേരെയെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന പേരാണ് UC രാമൻ, അല്ലേ? കോഴിക്കോട് ഭാഗത്ത് UC രാമൻ മത്സരിക്കാറുണ്ട്. എപ്പോഴും ജയിക്കാറുണ്ടോ, ജയിക്കുന്ന ഒരാളാണെന്ന് കരുതാൻ പറ്റില്ല. UC രാമൻ മത്സരിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ സ്മിജിയുടെ പേര് പറഞ്ഞു. അത് മാത്രമല്ല കേട്ടോ, മലപ്പുറത്ത് 6 സീറ്റ് ഈ തരത്തിൽ മുസ്ലിമേതര പ്രതിനിധികളാണ് ഉള്ളത്. ലീഗ് കൊടുത്തതാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണല്ലോ പറയുന്നത്. ഇത് പറയുമ്പോൾ പെരിന്തൽമണ്ണയിലേക്ക് നോക്കേണ്ടതുണ്ട്. പെരിന്തൽമണ്ണയിലെ കാഴ്ച നോക്കണം. പെരിന്തൽമണ്ണയിൽ മുഴുവൻ ലീഗ് പ്രതിനിധികളായിട്ട് വരുന്നത്, പെരിന്തൽമണ്ണയിലെ 11 ജനപ്രതിനിധികൾ മുസ്ലിം ലീഗിൻ്റെ 11 ജനപ്രതിനിധികൾ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അതിൽ ഓരോ പേരായിട്ട് ഞാൻ എടുത്തു പറയേണ്ട, ഞാൻ ചർച്ചയിൽ പറഞ്ഞ റീന ടീച്ചർ, സിനി ടീച്ചർ, ഷീന പുലാക്കൊടി, EP അരുൺ, CP ബാലചന്ദ്രൻ, രമണി ടീച്ചർ, സുബ്രഹ്മണ്യൻ, നീന വിജയൻ, O അനിൽകുമാർ, പ്രസീത സുഭാഷ്, ഈ പേരുകൾ മുഴുവൻ മുസ്ലിമേതര പേരുകളാണ്. 11 പ്രതിനിധികളെ ലീഗ് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അതിലൊരു സൗഹാർദ്ദത്തിൻ്റെ സന്ദേശം കൊണ്ട് ലീഗ് അത് ബോധപൂർവം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ലീഗിനെ വർഗീയമായി ചാപ്പകുത്തുന്ന രൂപത്തിലുള്ള പ്രതികരണം സജി ചെറിയാൻ ചെയ്യുന്നത്. ഓക്കെ സ്മൃതി, ഞാൻ ഇനി ഒരു കണക്കുകൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. നമ്മളിപ്പോൾ കാസർഗോഡ് കണ്ടു, മലപ്പുറവും കണ്ടു, നമുക്ക് ചെങ്ങന്നൂരേക്ക് വരാം. സജി ചെറിയാൻ്റെ സ്വന്തം നഗരസഭയിലെ കണക്കുകൂടി ജിമ്മി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ആ കണക്കുകൂടി നമുക്ക് നോക്കാം. അവിടെ റിസൾട്ട് ഇങ്ങനെയാണ് വന്നത്. UDF 13 ഇടങ്ങളിൽ വിജയിച്ചു, LDF 5, NDA 6. നോക്കണം, ചെങ്ങന്നൂരിൽ 6 ഇടങ്ങളിൽ NDA വിജയിച്ചിട്ടുണ്ട്, BJP വിജയിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ നഗരസഭയിൽ അവിടെ ഒരൊറ്റ മുസ്ലിം നാമധാരിയുടെ പേര് കാണാൻ പറ്റത്തില്ല. അത് UDF-ലില്ല, LDF-ലില്ല, BJP-ഇല്ല. ചെങ്ങന്നൂർ നഗരസഭയിൽ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയൊരു വിഭാഗം മുസ്ലിം സാന്നിധ്യമുള്ള മേഖലയാണ്. അവിടെ മുസ്ലിം പ്രാതിനിധ്യം ഒരൊറ്റയിടത്ത് കാണാൻ സാധിക്കില്ല. പേര് നോക്കൂ, LDF-ൽ വിജയിച്ചു വന്നിരിക്കുന്നവരുടെ പേര് നോക്കിയാൽ ഒന്ന് ജിൻഡോ M ബാബു, പേര് നോക്കിയാൽ വർഗീയത പറയാൻ പറ്റുമോ? മംഗലത്ത് വിജയിച്ചു വന്നിരിക്കുന്നത് ഏലിയമ്മ സജിയാണ്, ബിജു അലക്സാണ്ടറാണ്. 3 പേർ നോക്കൂ. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് PK അനിൽകുമാറാണ്, LDF-ൻ്റെ കാൻഡിഡേറ്റ് ജയിച്ചു വന്നത്. പിന്നൊന്ന് VS സവിതയാണ്. എവിടെയാണ് ഒരു മുസ്ലിം നാമധാരി ഉള്ളത്? ഇവിടെ ഒരു മുസ്ലിം നാമധാരിയില്ല എന്ന് കരുതി ചെങ്ങന്നൂർ നഗരസഭയിലെ LDF-ൻ്റെയും UDF-ൻ്റെയും ജനപ്രതിനിധികൾ വർഗീയ ധ്രുവീകരണത്തിൻ്റെ അടയാളമാണെന്ന് ഇങ്ങനെ പറയാൻ പറ്റും? ആ പേരെങ്ങനെ പറയാൻ പറ്റും? ശരിയാണ്, അവിടെ UDF-ന്, അവിടെ BJP-ക്കാണ് LDF-നേക്കാൾ കൂടുതൽ ജനപ്രതിനിധികളുള്ളത്. പക്ഷേ അവിടെ UDF-നുള്ള സ്ഥാനാർത്ഥികൾ നോക്കൂ, UDF-നുള്ള 13 പേർ, അവിടെയും മുസ്ലിം സാന്നിധ്യമില്ല ചെങ്ങന്നൂർ നഗരസഭയിൽ. അപ്പോൾ എങ്ങനെയാണോ ചെങ്ങന്നൂർ നഗരസഭയിൽ മുസ്ലിം സാന്നിധ്യമില്ലാത്തത്, അതെന്തുകൊണ്ടാണ് സജി ചെറിയാൻ പറയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് കാസർഗോഡും മലപ്പുറവും മാത്രം പറയുന്നത് എന്നുള്ളതിലാണ് ഇന്ന് യഥാർത്ഥത്തിൽ ചർച്ച നിന്നത്. ഹൈന്ദവ മേഖലയിൽ നിന്ന് BJP-ക്ക് കൂടുതൽ വോട്ടുകൾ പോകുന്നു, മുസ്ലിം മേഖലയിൽ നിന്ന് മുസ്ലിം ലീഗിന് കൂടുതൽ വോട്ടുകൾ പോകുന്നു എന്നത് പറയുന്നത് യഥാർത്ഥത്തിൽ
വാക്കുളുക്കിപ്പോയതാണോ അഥവാ അത് പറയാൻ ഉദ്ദേശിച്ച് പേരിലേക്ക് പോയതാണോ ജിമ്മി യഥാർത്ഥത്തിൽ സജി ചെറിയാന് പറ്റിയ അബദ്ധം? സജി ചെറിയാൻ പറയാൻ മറ്റെന്തോ അല്ലേ ശ്രമിച്ചത്? എനിക്കറിയില്ല, സജി ചെറിയാൻ പറഞ്ഞാൽ അങ്ങനെയാണെന്ന് വിശ്വസിക്കാം. പക്ഷേ ഇതിനൊരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ആ പാറ്റേണിൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറച്ച് മാസങ്ങളായി മുസ്ലിം വർഗീയത, ജമാഅത്തെ ഇസ്ലാമി വന്ന് ആഭ്യന്തരം ഭരിക്കും എന്നൊക്കെ പറയുന്നതിന് ഒരു തുടർച്ചയായി ഒരു മന്ത്രി പറയുമ്പോൾ, CPM-ൻ്റെ ഭാഗത്തിൻ്റെ പ്രസ്താവന വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടല്ല, വളരെ ശക്തമായി തന്നെ സംശയിക്കാവുന്നത് ഇത് മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്. പറഞ്ഞതിൻ്റെ ഡോസ് അല്പം കൂടിപ്പോയപ്പോൾ ഞാനിത് പിൻവലിച്ചു, അല്ലെങ്കിൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് മന്ത്രി പറഞ്ഞതാണോ? അത് സത്യത്തിൽ സജി ചെറിയാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അത് സജി ചെറിയാനേ അറിയൂ. പക്ഷേ ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കിയാൽ കഴിഞ്ഞ കുറേ കാലമായി വെള്ളാപ്പള്ളി നടേശന് പിന്നാലെ അദ്ദേഹത്തെ പിൻപറ്റിയും അദ്ദേഹത്തെ പിന്തുണച്ചും അദ്ദേഹത്തെ കാര്യമായി തള്ളിപ്പറയാതെയും LDF-ൻ്റെ ഭാഗത്തുനിന്ന് CPM-ൻ്റെ ഭാഗത്തുനിന്ന് അതേ ലൈൻ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം സജി ചെറിയാൻ്റെ ന്യായത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ അദ്ദേഹം ശരിയായിരിക്കാം. ഓക്കെ, നമുക്ക് അത് ഒന്നും കൂടി ഒന്ന് കേൾക്കാം. ഒരിക്കൽ കൂടി സജി ചെറിയാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ശ്രദ്ധിച്ചു കേൾക്കും. ചേരിതിരിവുണ്ടാക്കാൻ അപകടകരമായ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല. ഏത് നേതാവാണിത്? അങ്ങനെ വരുമ്പോൾ അപ്പുറം ഇപ്പുറം ഒക്കെ സംഘടിക്കും. അത് ഈ കേരളത്തിൽ അപകടം ഉണ്ടാകും. നിങ്ങൾ കാസർഗോഡ് നഗരസഭയുടെ റിസൾട്ട് പരിശോധിച്ചാൽ മതി. ആർക്കൊക്കെ എവിടെയൊക്കെ ഭൂരിപക്ഷം ഉണ്ടോ ആ സമുദായത്തിൽപ്പെട്ടവർ ജയിക്കത്തുള്ളൂ. ഇനി സമുദായത്തിന് ഭൂരിപക്ഷം ഇല്ലാത്ത എവിടെ നിന്നും ജയിക്കത്തില്ല. അങ്ങനെ കേരളം പോണോ? ഇന്ത്യയിലെ പല സ്റ്റേറ്റും അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി? അങ്ങനെ പോകാൻ പാടുണ്ടോ? കാസർഗോഡ് മുനിസിപ്പാലിറ്റി എടുത്തു നോക്ക്. നിങ്ങളിത് ഉത്തർപ്രദേശും മധ്യപ്രദേശും ആക്കാൻ ശ്രമിക്കരുത്. ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരു അമ്മമറ്റ മക്കളെ പോലെ ജീവിക്കുന്ന സ്റ്റേറ്റാണ്. ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കണം, എല്ലാവരും മത്സരിക്കണം, എല്ലാവർക്കും ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. ഈ ലോജിക്ക് യഥാർത്ഥത്തിൽ ജിമ്മി പൊളിഞ്ഞു പോകുന്നത് കാസർഗോഡ് മലപ്പുറത്തുമല്ല, ചെങ്ങന്നൂർ പൊളിഞ്ഞു പോകും. കാര്യം ചെങ്ങന്നൂർ ഞാൻ ഈ പറഞ്ഞതുപോലെ LDF-ൻ്റെയോ UDF-ൻ്റെയോ BJP-യുടെയോ ജയിച്ചു വന്ന ജനപ്രതിനിധികളിൽ തോറ്റുപോയവരിൽ പോലും മുസ്ലിം പ്രാതിനിധ്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതാണ് യഥാർത്ഥ സജി ചെറിയാനെ പറ്റിയ ഫാക്ച്വലായിട്ടുള്ള എറർ. പക്ഷേ ഫാക്ച്വൽ എററിനും അപ്പുറം പൊളിറ്റിക്കലായിട്ടുള്ളൊരു തെറ്റ് സജി ചെറിയാനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സജി ചെറിയാനെ തിരുത്തുമോ എന്നുള്ളതാണ് ചോദ്യം. സജി ചെറിയാനെ തിരുത്തുമോ എന്നുള്ളതാണ് ചോദ്യം. സജി ചെറിയാനെ തിരുത്തുമോ? സജി ചെറിയാനെ തിരുത്തുമോ എന്ന് ചോദിച്ചാൽ ആര് തിരുത്തുമെന്നുള്ള ചോദ്യമുണ്ട്. കാരണം നേരത്തെ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയത് AK ബാലനാണല്ലോ. AK ബാലൻ നടത്തിയ പ്രതികരണത്തിൽ അതിനെതിരെ പാർട്ടി സെക്രട്ടറി പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ AK ബാലനെ ചേർത്ത് പിടിക്കുന്ന പ്രതികരണമാണ് നടത്തിയത്. ഇപ്പോൾ സജി ചെറിയാൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഇന്ന് അദ്ദേഹം പ്രതികരിക്കാതെ പോവുകയാണ് ചെയ്തത്. ഇനി അഥവാ അദ്ദേഹം അതിനെ തള്ളിക്കൊണ്ട് ശക്തമായി പ്രതികരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം സജി ചെറിയാനെ പിണറായി വിജയൻ ചേർത്ത് പിടിച്ചാലോ? അപ്പോൾ ആര് തിരുത്തുമെന്നുള്ള ചോദ്യമുണ്ട്. തിരുത്താൻ സാധ്യതയില്ല. കാരണം ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുടർച്ചയുണ്ട് ഇതിന് എന്നുള്ളതാണ്. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മലപ്പുറത്തിന് ഉള്ളടക്കം വർഗീയമാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഇനി പിണറായി വിജയൻ്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം വെള്ളാപ്പള്ളി പറഞ്ഞ അവിടെ പോയി ശ്വാസമുട്ടൽ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം എന്താണ് CPM എടുത്ത നിലപാടെന്ന് നമ്മുടെ മുന്നിൽ കണ്ടാണ്. അതിനുശേഷം വെള്ളാപ്പള്ളി പട്ടുപുതപ്പിക്കുകയും വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റുകയൊക്കെ ചെയ്യുകയാണ് ചെയ്തത്. അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇതിലൊരു തുടർച്ചയുണ്ട്. ഇപ്പോൾ ഇന്നലെ നായാടി മുതൽ നസ്രാണി വരെ എന്ന കടുത്ത വർഗീയ പ്രതികരണം വെള്ളാപ്പള്ളി നടത്തുമ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് സജി ചെറിയാൻ ഈ പ്രതികരണം നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വർഗീയത അദ്ദേഹത്തിന് ആകെ മലപ്പുറത്തും കാസർഗോഡുമേ കാണാൻ പറ്റൂ. ഇനി കുറച്ചുകൂടി പോയാൽ ചിലപ്പോൾ കോഴിക്കോടും ചില ഭാഗങ്ങളിൽ കണ്ടേക്കാം. അതല്ലാതെ വർഗീയത അദ്ദേഹത്തിന് പാലായിൽ കാണാൻ പറ്റില്ല, കണ്ണൂരിൽ കാണാൻ പറ്റില്ല, ചെങ്ങന്നൂരിൽ കാണാൻ പറ്റില്ല. ചെങ്ങന്നൂരിൽ അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ അവിടുത്തെ പ്രതിനിധികളെ കണ്ടല്ലോ, ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം. കോട്ടയത്ത് പോയാലും അങ്ങനെ തന്നെയാണ്. കോട്ടയത്തെ ജില്ലാ പഞ്ചായത്തിലെ പേരുകൾ എടുത്താലും രാജേഷും വിജയമ്മ ബാബുവും ആൻമരിയയും ജോസ്മോൻ മുണ്ടക്കലും ഷിബി മത്തായിയും പെണ്ണമ്മ ജോസഫും ശ്രീകല ആർ എളുക്കുന്നേലും ബിന്ദു സെബാസ്റ്റ്യനും അഡ്വക്കേറ്റ് PG രാജും ആശാ ജോയിയും തോമസ് കുന്നപ്പള്ളിയും അഭിലാഷ് ചന്ദ്രനും ഗ്രേസി കരിമ്പന്നൂറും അജിത് മുതിരമലയും വിനു ജോബ് കുഴിമണിലും ഒക്കെയാണ്. അപ്പോൾ ഈ പേരുകളൊക്കെ ഒരു പ്രത്യേകമായ വർഗീയമാണ് എന്ന് വേറെ ആരെങ്കിലും ഉന്നയിച്ചാൽ, മുസ്ലിം ലീഗ് ഉന്നയിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ലീഗിന് പറയാൻ പാടുമോ? മുസ്ലിം നാമധാരിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? വർഗീയമായി നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് അപ്പുറത്ത് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുന്ന സാഹചര്യമല്ല ഈ രാജ്യത്തുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ വേഷം കണ്ടാൽ അറിയാം ചിലരെ എന്ന് പറഞ്ഞത് ഇവിടെ പ്രധാനമന്ത്രിയാണ്. അന്ന് പൗരത്വ പ്രക്ഷോഭ സമയത്താണ് പ്രക്ഷോഭകാരികളെ വേഷം കണ്ടാൽ തിരിച്ചറിയാം, അവരെ തീവ്രവാദികളെ തിരിച്ചറിയാം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. അന്ന് CPM എടുത്ത നിലപാട്, ശക്തമായി അതിനെതിരെ എടുത്ത നിലപാട് നമ്മുടെ മുന്നിലുണ്ട്. അതേ CPM ആണ് ഇപ്പോൾ ഈ പറയുന്ന CPM-ലെ സെക്രട്ടേറിയറ്റ് അംഗമാണ് അല്ലേ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സാംസ്കാരിക മന്ത്രിയുമായ
ഈ സജി ചെറിയാൻ ഈ പ്രതികരണം നടത്തുമ്പോൾ ഇന്നലെ പറയുമ്പോൾ അത് ഒരുപക്ഷെ അബദ്ധമായി പോയോ, ഇന്ന് തിരുത്തുമായിരിക്കുമോ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്ന് അദ്ദേഹം ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ മലപ്പുറവും കാസർഗോഡും കഴിഞ്ഞ് അദ്ദേഹം നേരെ പോകുന്ന മധ്യപ്രദേശിലേക്കും യു പിയിലേക്കുമാണ്. അതിനിടയ്ക്ക് കേരളത്തിൽ വേറെ ജില്ലകളില്ല, വേറെ ഒരു ജില്ലകളിലും അദ്ദേഹത്തിന് കാണാൻ പറ്റുകയില്ല. മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഹിന്ദു പ്രാതിനിധ്യം കുറച്ചെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുന്നത്, കൊടുക്കുന്നത് ഒരു ജസ്റ്ററായിട്ടാണ് അവർ ചെയ്യുന്നത്. അത് അവർ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കോഴിക്കോടെ കാഴ്ച നോക്കാം. കോഴിക്കോട് കോർപ്പറേഷനിൽ UDFന് ലഭിച്ചത് ഏക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനമാണ്. അത് ആരെന്നറിയോ? ലീഗിലെ കവിത അരുണാണ്, മുസ്ലിം പ്രതിനിധിയല്ല. ഇതിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുസ്ലിം ലീഗ് ഇത്തവണ ലീഗിൽ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്, കൂടുതൽ വനിതകളെ മത്സരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വനിതാ പ്രാതിനിധ്യം അവർ വിജയിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അവരെ ഒന്നും പരിഗണിക്കാതെയാണ് ഈ ദളിത് ലീഗ് നേതാവ് സ്മിജിയെ ജനറൽ സീറ്റിൽ ഈ പറയുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാക്കിയത്. അപ്പോൾ ഇത്തരം നടപടി CPMന് കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്? അപ്പോൾ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് പറയുന്നില്ല എങ്കിലും തീവ്രവാദികളെല്ലാം മുസ്ലിമാണ്. ഇതാണ് ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നത്. അത് നമ്മൾ അവിടെ BJPയിൽ നിന്ന് കണ്ടുവരുന്നതാണ്. അതേ കാര്യം ഇവിടെ CPM ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ബോധപൂർവമാണെന്നേ. ഇവിടെ ഈ ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഭൂരിപക്ഷ വോട്ട് ഇങ്ങനെ സമ്പാദിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോകും. ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നുള്ള ജനം നിശ്ചയിക്കും. ഇത്തരം വർഗീയമായ ഒരു തരത്തിലുള്ള നിലപാടുകൾ തുടർച്ചയായി പറയുമ്പോൾ ജനത്തിന് കൃത്യമായി ഇത് മനസ്സിലാക്കുമെന്നുള്ളതാണ്. ഇനി ലീഗിനെയൊക്കെ മാറ്റിവെക്കുമെന്നേ. ഈ പ്രതികരണങ്ങളെ സാധാരണ മുസ്ലിം പൗരൻ അല്ലെങ്കിൽ കേരളത്തിലൊരു മുസ്ലിം നാമധാരി എങ്ങനെയാണ് അതിനെ കേൾക്കേണ്ടത്? ഇത് കേൾക്കുമ്പോൾ അവർക്ക് എന്താണ് തോന്നുക എന്നൊരു പ്രാഥമികമായ മനസ്സിലാക്കൽ വേണ്ടേ? ആ മനസ്സിലാക്കൽ സജി ചെറിയാനുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. സജി ചെറിയാൻ്റെ അദ്ദേഹത്തിൻ്റെ മാത്രം നിലപാടായി ഞാനിത് കാണുന്നില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ തുടർച്ചയുണ്ട്. ആ തുടർച്ചയിലാണ് വെള്ളാപ്പള്ളി വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നത്. അത് മുസ്ലിം ലീഗിനെ മാത്രമല്ല, മുസ്ലിം ലീഗിനെ എല്ലാ ഘട്ടത്തിലും, ഇന്ന് പോലും മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു UDF, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ബാബറി മസ്ജിദിലേക്കൊക്കെ പോവുകയാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ ഇവിടെ ആരാണ് ഇവിടെ വർഗീയത പറഞ്ഞുകൊണ്ട് ഇവിടെ വർഗീയമായി ധ്രുവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ BJPയേക്കാൾ ശക്തമായി ആ പ്രതികരണം CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് വലിയ പണിയില്ലെന്നേ. രാജീവ് ചന്ദ്രശേഖരൻ എല്ലാം AK ബാലനെ ശരിവെക്കാൻ നടക്കുന്നു. CPM പറഞ്ഞതുപോലെ എന്ന് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി നമ്മൾക്ക് ഒരുമിച്ച് എതിർക്കാമെന്ന് പറയുന്നു. അപ്പോൾ CPMന് ഇവിടെ ഒരു മുസ്ലിം സംഘടനയ്ക്ക് ഒരു ആക്സെപ്റ്റബിലിറ്റി കിട്ടണമെങ്കിൽ അത് CPMന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം, അല്ലെങ്കിൽ അത് വർഗീയമാണ്. CPM അംഗീകരിച്ചാൽ അത് നല്ല സംഘടനയാണ്, മതേതരമാണ്. CPM അംഗീകരിച്ചില്ലെങ്കിൽ അത് വർഗീയ സംഘടനയാണ് എന്നുള്ളതാണ് അവരിവിടെ ശഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുസ്ലിം ലീഗിനെ എന്താണ് നേരത്തെ കൊടുത്ത ബൈറ്റില്ല 2020 ഡിസംബർ 10 കുറച്ചുകൂടി വ്യക്തമായി MV ഗോവിന്ദൻ പറയുന്നുണ്ട്. അതായത് മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ്. ചില ഘട്ടങ്ങളിൽ അവരെടുക്കുന്ന മതേതരമായ നിലപാട് ശ്ലാഘനീയമാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ ഉദാഹരണമായി പറയുന്നത് ഗവർണറുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടാണ്. ഗവർണറുടെ നിലപാടുകളോട് എങ്ങനെയാണ് ലീഗ് ശക്തമായി പ്രതികരിച്ചത് എന്ന് പറഞ്ഞ് അത്രത്തോളം ലീഗിനെ ചേർത്ത് വെച്ച ആ സമയത്തൊക്കെ ലീഗിനെ ഒന്നിങ്ങോട്ട് വലിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ ഇപ്പോൾ ലീഗ് തീവ്രവാദ പാർട്ടിയായി, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടി, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടി. ഇതൊക്കെ ജനം കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ ഈ 1 വർഷം 2 വർഷത്തെ ഇടവേളകളിൽ ഇനി ഈ പറയുന്ന കാസർഗോഡ് നഗരസഭയും മലപ്പുറം പഞ്ചായത്തും ഒക്കെ ഇപ്പം ഉണ്ടായതാണോ? അവിടുത്തെ പ്രാതിനിധ്യം ഇപ്പോഴാണോ ഇങ്ങനെയായത്? എത്ര വർഷങ്ങളായി? അവിടുത്തെ ഭൂരിപക്ഷം എത്രയാണോ അതിനനുസരിച്ചാണ് ഭൂരിപക്ഷം ആരാണോ ഉള്ളത് അവരനുസരിച്ചാണ് അതിൻ്റെ ജനപ്രതിനിധികളുണ്ടാകുക. അപ്പോൾ അത് ഒരു പുതിയ കാര്യമായി അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ ആകെ എന്തോ കുഴപ്പമാണ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് പറയുകയാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ ന്യൂനപക്ഷ വർഗീയത കൊണ്ടല്ല അറ്റാക്ക് ചെയ്യേണ്ടതെന്ന്. ഇവിടെ ന്യൂനപക്ഷ വർഗീയത എവിടെയാന്നേ? ഇവിടെ കാണിച്ചു തരുന്നേ. ജമാഅത്ത് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ജമാഅത്ത് അവർ പ്രവർത്തിച്ചു പോയിക്കോട്ടെ. അവർ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പറഞ്ഞൊരു വർഗീയ പ്രസ്താവന അങ്ങ് ചൂണ്ടിക്കാണിക്കും. ഒരു വർഗീയ പ്രസ്താവന ചൂണ്ടിക്കാണിക്കും. എന്താണ് പറയുന്നത്? മതരാഷ്ട്രവാദം അവരില്ല എന്ന് പറഞ്ഞു. ഉത്തരവാദപ്പെട്ട ഈ പറയുന്ന ഉത്തരവാദപ്പെട്ട എന്താണ് ഇമാം സംസാരിച്ച ഷൂറ അംഗം പറഞ്ഞ മതരാഷ്ട്രവാദത്തിന് വേണ്ടി, ശരി മതരാഷ്ട്രവാദം അവരുടെ വിശ്വാസമാണെന്ന് വിചാരിക്കട്ടെ, അവരിവിടെ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനം അങ്ങനെ ചൂണ്ടിക്കാണിക്കും. ഒരു പ്രതികരണം, ഞാനത് പറഞ്ഞു, ഒരു വർഗീയ പ്രസംഗം, ഒരു വർഗീയ പ്രതികരണം. വർഗീയം എന്ന് വെച്ചാൽ എന്താണ്? വർഗീയം എന്ന് വെച്ചാൽ അപരമത വിദ്വേഷമാണ്. അങ്ങനെ അപരമത വിദ്വേഷം പറയുന്ന ഒരു പ്രതികരണം, ഒരു പ്രസംഗം ചൂണ്ടിക്കാണിക്കൂ.
അവർക്കിവിടെ നിൽക്കാൻ പറ്റില്ലെന്നേ. അങ്ങനെ ഒരു പ്രതികരണം ചൂണ്ടിക്കാണിക്കുന്നേ. അതുകൊണ്ട് അല്ല, അതുകൊണ്ടല്ല. പറയാൻ പറ്റൂ. നിലപാട് ഇവിടെ പറയാത്തവരെ, ഇവിടെ നിങ്ങൾ കാണാത്തവരെ തിരഞ്ഞു പിടിച്ച് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കുന്നു. ഇനി ഈ പറയുന്ന ഷൂറ അംഗം പറഞ്ഞു എന്നിരിക്കട്ടെ. ഈ ഷൂറ അംഗം പറയുന്നതിന് മുമ്പ് 10-42 കൊല്ലം ഇവരുടെ പിന്തുണ സ്വീകരിച്ചല്ലോ. എത്ര കാലം പിന്തുണ വോട്ട് സ്വീകരിച്ചു? ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. വോട്ട് സ്വീകരിക്കുക മാത്രമല്ല, അവരുടെ വേദികളിൽ പോയി പ്രസംഗിക്കുക, ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ പോയി പ്രസംഗിക്കുക, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുക, അവർക്ക് നല്ല രാഷ്ട്രീയ നിലപാടുണ്ടെന്ന് പറയുക, ദേശീയ തലത്തിൽ അവരുടെ നിലപാട് വളരെ വ്യക്തമാണ് എന്ന് പറയുക. ഇതൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്. ഒരു പ്രത്യേക കാലഘട്ടം വരുമ്പോൾ അവർ പ്രത്യേകമായ വർഗീയ പാർട്ടി ആവുന്നില്ല. അവർക്ക് വർഗീയമായ നിലപാടുണ്ടെങ്കിൽ അന്നും വർഗീയമായ നിലപാടാണ്, ഇന്നും വർഗീയമായ നിലപാടാണ്. നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുമ്പോൾ അത് വർഗീയമല്ലാതാവുകയും നിങ്ങൾക്ക് പിന്തുണ കിട്ടാതിരിക്കുമ്പോൾ അത് വർഗീയമാകുകയും ചെയ്തതിനെ ഇരട്ടത്താപ്പ് എന്നാണ് പറയുക. ഇരട്ടത്താപ്പ് ജനം കാണുന്നു. ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി വർഗീയമാണെന്നും ഉള്ള നിലപാടെടുത്ത് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത മുഖ്യമന്ത്രി UDFന്റെ മുഖ്യമന്ത്രിയല്ലേ? അതുകൊണ്ട് എന്താണ് ഉമ്മൻചാണ്ടിയുടെ ആ നിലപാട്? നോക്കൂ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അല്ലെങ്കിൽ ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ തേടി അങ്ങോട്ട് UDF പോയിട്ടില്ല. ഒരു മിനിറ്റ്, ഇവിടെ ജനാധിപത്യ ഇവിടെ നിരോധിത സംവിധാനമല്ല. അല്ല, ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കാം. അത് ഒരു പ്രശ്നമാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി തീരുമാനം എടുക്കേണ്ടത്. ഇവിടെ നിലപാടെടുത്തിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇവിടെ നിലപാടെടുത്തിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ്. അവർ തീരുമാനിക്കുകയാണ് ഇത്തവണ ഞങ്ങൾ UDF ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ കൊടുത്തതിന് നേരെ വിരുദ്ധമായിട്ടാണ് VD സതീശൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രീയവാദമില്ല. ഉമ്മൻചാണ്ടി പറഞ്ഞത് കളവാണോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വാർത്താ സമ്മേളനമൊക്കെ കണ്ടില്ലേ? ഒരു പ്രത്യേകം കണ്ടില്ലേ? ഹൈക്കോടതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞ നിലപാടിനോട് സ്മൃതി യോജിക്കുന്നു. അല്ല, എന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ വർഗീയവാദം പറയുന്നില്ല. ഉമ്മൻചാണ്ടി പറഞ്ഞത് തെറ്റാണ്. ഉമ്മൻചാണ്ടി അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം, അന്ന് കണ്ടത് അങ്ങനെ ആയിരിക്കാം. ഇപ്പോഴത്തെ കാര്യം അതിനുശേഷം പിന്നെന്താണ് മാറിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി? ആയിക്കോട്ടെ, അത് തെറ്റാണെങ്കിൽ തെറ്റാവട്ടെ. അദ്ദേഹം എടുത്ത നിലപാടാണ്, ഉമ്മൻചാണ്ടി എടുത്ത നിലപാടാണ്. അല്ല, ആ സമയത്ത് ആരെയാണ് പിന്തുണച്ചിരുന്നത്? അല്ല, ജമാഅത്തെ ഇസ്ലാമി ആ സമയത്ത് ആരെയാണ് പിന്തുണച്ചത്? UDFനെ തന്നെയാണ്. UDFനെ പിന്തുണച്ചില്ല. ആ സമയത്ത് ഇടവേളയിൽ വന്നു. ആ സമയമാകുമ്പോഴേക്കും രണ്ടുപേരും തെറ്റി. എങ്ങനെയാണ് ഗെയിൽ വിവാദം ഉണ്ടാവുന്നത്? പോലീസ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് ഈ ഹിറാ സെന്റർ എങ്ങനെയാണ് റെയ്ഡ് ചെയ്യുന്നത്? സർക്കാർ റെയ്ഡ് ചെയ്യുന്നത്? ശരി, ആ റെയ്ഡ് ചെയ്തവർ തന്നെ പിന്തുണയ്ക്കാൻ അവർ തീരുമാനിക്കുന്നത് അവരുടെ ഇഷ്ടം. എന്റെ ചോദ്യം ഇതാണ്, ഉമ്മൻചാണ്ടി എടുത്ത നിലപാടിന് വിരുദ്ധമായിട്ടൊരു നിലപാട് എങ്ങനെ VD സതീശൻ എടുക്കും? അത് ശരി, അത് അവർ പൊതുവെ എടുത്ത തീരുമാനമല്ലേ? അതിന് അങ്ങ് ചോദിക്കുന്നതിന് അങ്ങ് ചോദിച്ചോളൂ, അങ്ങ് പ്രതിപക്ഷത്തോട് ചോദിച്ചോളൂ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ഞാൻ എന്റെ ഞാൻ ഒറ്റ കാര്യം പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി നിലവിൽ ഒരു വലിയ വർഗീയ സംവിധാനമായി ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം യഥാർത്ഥത്തിൽ കേരളത്തിലില്ല. അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എടുത്തുകൊണ്ട് അത് ലീഗിനെ കൊണ്ടുവയ്ക്കുന്നു, ലീഗിന്റെ അടുത്തേക്ക് കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് ലീഗിനെ തന്നെ പറയുകയാണ് വർഗീയ പാർട്ടിയെന്ന്. ലീഗിനെ വർഗീയ പാർട്ടി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് വെച്ചാൽ ലീഗാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നു. അതിനെ അങ്ങനെ വലുതാക്കി കാണിച്ചുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം കേരളം ആകെ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന ഭീതി സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭീതിപ്പെടേണ്ട സാഹചര്യം യഥാർത്ഥത്തിൽ കേരളത്തിലില്ല എന്നുള്ളതാണ്. ഇത് ജനം തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളെ പിന്തുണച്ചതാണ്, നിങ്ങൾ പോയി കണ്ടതാണ്, നിങ്ങൾ അവരുടെ വേദികളിൽ പങ്കെടുത്തതാണ്, പ്രസംഗിച്ചതാണ്. അതേക്കുറിച്ച് അങ്ങ് പറയുന്നത്, അതേക്കുറിച്ച് അങ്ങൊന്ന് പറയൂ. ഗോവിന്ദൻ പോയി ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി മാത്രമല്ലല്ലോ ഈ പറയുന്ന എല്ലാവരും മീഡിയ വണ്ണിന്റെ ആണെങ്കിലും ശരി, മാധ്യമത്തിന്റെ ആണെങ്കിലും ശരി, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച ഈ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പല പരിപാടികളിൽ വ്യത്യസ്ത പാർട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. വ്യത്യസ്ത പാർട്ടികൾ ആണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ പ്രധാന രാഷ്ട്രീയ മിനിറ്റ്, ഞാൻ ഒറ്റ മിനിറ്റ്. അങ്ങ് ഒരു കാര്യം ചോദിക്കുമ്പോൾ അങ്ങ് വേഗം അങ്ങിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യം ചോദിച്ച പോലെയാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. പിന്തുണ കുറെ വർഷം സ്വീകരിച്ചു, പരിപാടികളിൽ പങ്കെടുത്തു, ഐക്യപ്പെട്ടുള്ള പ്രസ്താവനകൾ നടത്തി, വാർത്തകളിൽ തന്നെ വന്നിട്ടുള്ളതാണ്. പിന്നെ ആ പിന്തുണയെ കുറിച്ച് പാർട്ടി മുഖപത്രത്തിൽ തന്നെ ലേഖനം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞത് അതിന്റെ അഭിപ്രായം വെൽഫെയർ പാർട്ടിയെ ഒരിട സമയത്തും LDF പാർട്ടി പരസ്യമായ പിന്തുണ നൽകിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി വർഗീയ കക്ഷിയല്ല എന്നൊരു നിലപാട് പാർട്ടി ഔദ്യോഗികമായിട്ട് എടുത്തിട്ടില്ല. VD സതീശൻ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം, വെൽഫെയർ പാർട്ടിയുടെ കാര്യമല്ല. ജമാഅത്തെ ഇസ്ലാമി വർഗീയ കക്ഷി അല്ല എന്ന നിലപാട് എടുത്തിട്ടില്ല. വർഗീയമായി തന്നെ അഭിപ്രായം പറയുന്ന പാർട്ടിയാണെന്നുള്ളതാണ്
എന്നുള്ളതാണ് അതെ, LDF ന്റെ നിലപാട്. വർഗീയമായെന്നതിനെ ആ എനിക്ക് പാർട്ടി പക്ഷേ പിണറായി വിജയന്റെ വാചകങ്ങളിൽ നല്ല രാഷ്ട്രീയ നിലപാടുള്ള സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് വാചകം. നല്ല രാഷ്ട്രീയ നിലപാടുള്ള സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. ആ പാർട്ടി നിരോധിച്ചത് UDF സർക്കാരാണ്, അഥവാ കോൺഗ്രസ് സർക്കാരാണ്, നരസിംഹറാവു സർക്കാരാണ് 92-ൽ. ആയിക്കോട്ടെ, ഒരേ ഒരു സർക്കാരെ നിരോധിച്ചിട്ടുള്ളൂ, അത് ഈ കോൺഗ്രസ് സർക്കാരാണ്. ആയിക്കോട്ടെ. ഉമ്മൻചാണ്ടി സർക്കാരാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിലപാടെടുത്ത് ഹൈക്കോടതി അഫിഡവിറ്റ് കൊടുത്തത്. അതിനെതിരെ എന്ത് മാറ്റമാണ് അതിന് ശേഷം സംഭവിച്ചത്? ഉമ്മൻചാണ്ടിക്ക് ശേഷം ശരി, പിണറായി വിജയന് ശേഷം വലിയ മാറ്റം ഉണ്ടായി. വെൽക്കം ബാക്ക്. സജിയെ തിരുത്തുമോ എന്നാണ് ചോദ്യം. സജിയെ തിരുത്താനുള്ള സാധ്യതയുണ്ടോ ജിമ്മി? അതോടെ നിൽക്കട്ടെ. അതിന് മുമ്പ് ഈ ചർച്ചയുടെ അടിസ്ഥാന പ്രമൈസസിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വാദം. അതായത് കേരളം ഒരു മതേതര സമൂഹമാണ്. ഇവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതും വോട്ട് ചെയ്യുന്നതും മതേതരമായിട്ടാണ് എന്ന നുണയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചർച്ച മുഴുവൻ നടക്കുന്നത്. കേരളം അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും മതേതരമായിട്ടല്ല 99%, 1% മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്, വോട്ട് പിടിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ ഏതാണോ വർക്ക് ചെയ്യുക അതാണ്. ഭൂരിപക്ഷ സമുദായത്തിന് ഒരു മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഒരു സമുദായത്തിനാണെങ്കിൽ ആ സമുദായത്തിൽ നിൽക്കും. ജാതി, മതം, ഉപജാതിയുടെ ഉപജാതി അതനുസരിച്ചാണ് കേരളത്തിൽ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്ന ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്. ജനം അങ്ങനെ ചിന്തിക്കുന്നുമില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുന്നത് ആ മണ്ഡലത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ശക്തി ഏതാണോ അതാണ്. ഇനി അതല്ല, 2 സമുദായങ്ങൾ ഒരുപോലെ ഉണ്ടെങ്കിൽ മൂന്നാമതൊരു സമുദായം വരുമ്പോൾ വോട്ടുകൾ ഭിന്നിപ്പിച്ചു പോകുമോ? ഇതല്ലേ സത്യം? ഈ സത്യം അംഗീകരിച്ചുകൊണ്ടല്ലാതെ ഈ ചർച്ച എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാനാവുക? ഓരോ CPM അല്ല, കോൺഗ്രസ് അല്ല, ലീഗ് അല്ല, എല്ലാവരും ഇത്തവണ ലീഗ് കുറച്ച് വ്യത്യസ്തമായി സ്ഥാനാർത്ഥി നിർത്തുന്നു എന്ന് പറയുന്നത് പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ്. ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയും ഒരു പാർട്ടി നിർത്തുന്നില്ല എന്നുള്ള സത്യം അംഗീകരിച്ചുകൊണ്ട് വേണം ചർച്ച നടത്താൻ. അല്ലാതെ നമ്മൾ സ്വയം അപഹസിക്കപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകരുത്. ശരി, അവിടെ നിന്നുകൊണ്ട് സജി ചെറിയാൻ്റെ പ്രസ്താവന എടുത്ത് നോക്കിയാൽ സജി ചെറിയാനുള്ള എനിക്കുള്ള പ്രശ്നം, സജി ചെറിയാൻ 2 ജില്ലയെ മാത്രം പറഞ്ഞുള്ളൂ എന്നുള്ളതാണ്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ആർക്കാണ് ഭൂരിപക്ഷം നോക്കിയാൽ അവിടെയാണ് ആളുകളെ നിർത്തുക. അപ്പോൾ സജി ചെറിയാൻ പറയുന്നത് ഭാഗികമായ ഒരു കാര്യം മാത്രമാണ്. അദ്ദേഹം പറയുന്നു, മലപ്പുറം പറയുന്നു, അതുപോലെ തന്നെ അദ്ദേഹം കാസർഗോഡിൻ്റെ കാര്യം പറയുന്നു. മലപ്പുറത്തെ 33 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ 20 എല്ലാം UDF ആണ് ജയിച്ചത്, മുസ്ലിം ലീഗാണ് ജയിച്ചത്. അതിൽ 26 ജയിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളാണ്. ശരി, പക്ഷേ LDFൻ്റെ സ്ഥാനാർത്ഥികളോ? LDFൻ്റെ സ്ഥാനാർത്ഥികൾ ഈ 26 22 മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിം വേഴ്സസ് മുസ്ലിമാണ്. അപ്പോൾ പിന്നെ എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് സജി ചെറിയാൻ ഈ വാദം ഉന്നയിക്കുന്നത്? അത് പുതിയ വാദമൊന്നുമല്ല. സജി ചെറിയാൻ ഒരൊറ്റ കാര്യമേ ഉദ്ദേശിച്ചുള്ളൂ. സജി ചെറിയാൻ മലപ്പുറവും അതുപോലെ തന്നെ കാസർഗോഡും പറഞ്ഞത് നമ്മുടെയൊക്കെ ഒരു പൊതുബോധത്തിൽ മലപ്പുറവും കാസർഗോഡും മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. സത്യത്തിൽ കാസർഗോഡ് അങ്ങനെയല്ല. അതുകൊണ്ടാണ് കാസർഗോഡ് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ BJPയുടെ ഹിന്ദു സ്ഥാനാർത്ഥികളുടെ വിജയമൊക്കെ നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഒരു പൊതുബോധത്തിനനുസരിച്ച് സജി ചെറിയാൻ ഒരു സ്റ്റോറി പറഞ്ഞതാണ്. മലപ്പുറത്തും കാസർഗോഡും കണ്ടില്ലേ, അദ്ദേഹം പറഞ്ഞത് പേരാണ്. പിന്നീട് ഇന്ന് പറഞ്ഞതുപോലെ ഞാൻ രാഷ്ട്രീയ പാർട്ടിയെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞത് ശുദ്ധ നുണ. അദ്ദേഹം പറഞ്ഞത് പേര് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്നുള്ളതാണ്. ഒരു ബഷീറും ഒരു രാമകൃഷ്ണൻ ജയിച്ചു വന്നാൽ പേര് നോക്കി എന്ത് മനസ്സിലാക്കണമെന്നാണ്. രാമകൃഷ്ണൻ പറഞ്ഞാൽ ഹിന്ദു ജയിച്ചു വന്നാൽ അത് UDF ആകാം, LDF ആകാം, കോൺഗ്രസ് ആകാം, CPM ആവാം, BJP ആവാം. പക്ഷേ ഒരു ബഷീർ ജയിച്ചു വന്നാൽ അതൊരു 99% സാധ്യത അത് മലപ്പുറം ജില്ലയിൽ കൂടെ ചൂണ്ടി പറയുമ്പോൾ അത് മുസ്ലിം ലീഗാണെന്നും മുസ്ലിങ്ങളെ ജയിക്കൂ എന്നുള്ളതാണ്. സജി ചെറിയാൻ അത് മാത്രമാണ് ഉദ്ദേശിച്ചത്, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇന്ന് വന്ന് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞ് തിരുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല, ഇത് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഈ മലപ്പുറം പരാമർശം നമ്മൾ ആദ്യമായിട്ടല്ലോ കേൾക്കുന്നത്. ഇത് തന്നെയല്ലേ വെള്ളാപ്പള്ളി നടേശൻ 4 or 5 തവണ പറഞ്ഞത്? 5 തവണ പറഞ്ഞു കഴിഞ്ഞു ഈ വർഷം മാത്രം. മലപ്പുറം ജില്ലയെ കണ്ടാൽ ശ്വാസം മുട്ടും, മലപ്പുറം ജില്ലയ്ക്ക് ഒന്നും ശരിയല്ല, മലപ്പുറം ജില്ലയിൽ ചില ആളുകൾ പിടിച്ചു വച്ചിരിക്കുകയാണ്, മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്കൊന്നും തരുന്നില്ല. മലപ്പുറം അടക്കമുള്ള 4 ജില്ലകളിൽ മുസ്ലിം ലീഗ്, പിന്നീട് മുസ്ലിം ലീഗായി, മുസ്ലിം ലീഗിൻ്റെ സർവാധിപത്യമാണ്. ഇങ്ങനെ പറഞ്ഞ ഒരു മലപ്പുറം ജില്ല, ഇങ്ങനെ പറഞ്ഞ ഒരു വടക്കൻ കേരളം, ഈ മേഖലയെക്കുറിച്ചാണ് സജി ചെറിയാൻ വളരെ വ്യക്തമായ വർഗീയ പരാമർശം നടത്തിയത്. അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട. സജി ചെറിയാൻ ഇന്ന് ചെയ്യേണ്ടിയിരുന്നത് പറഞ്ഞതല്പം കൂടിപ്പോയി. ഞാൻ കേരളത്തിൽ മുഴുവനാണ് ഉദ്ദേശിച്ചതെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് മാപ്പാക്കാമായിരുന്നു. അദ്ദേഹം ഇന്നലെ പറഞ്ഞതിനെ നേരെ തിരിച്ചിട്ട് ഞാൻ രാഷ്ട്രീയ പാർട്ടിയാണ് ഉദ്ദേശിച്ചതെന്നാണ് പറഞ്ഞത്. ഇതേ പ്രസ്താവന നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ വീണ്ടും കൂട്ടിപ്പിടിക്കുന്നു. മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് ശ്വാസം വിടാനാകുമോ എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിങ്ങളെ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ മുസ്ലിം ലീഗിനെയാണ് ഉദ്ദേശിച്ചത്. സജി ചെറിയാൻ്റെ അതേ ന്യായം വെള്ളാപ്പള്ളിക്കും സജി ചെറിയാനും ഒരേ ശബ്ദമാണെന്ന് എന്തുകൊണ്ടായിരിക്കും? ഒരേ ശബ്ദം, ഒരേ ഭാവം, ഒരേ ചിന്ത, ഒരേ മുഖഭാവം. ഇതെങ്ങനെയാണ്? ഇത് ഒരു യാദർച്ഛികമായി വരാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഇനി CPM-നകത്ത് സജി ചെറിയാൻ മാത്രമാണോ? AK ബാലൻ്റെ പ്രസ്താവന നിങ്ങളെടുത്ത് നോക്കൂ. AK ബാലൻ ആദ്യം പറഞ്ഞത് മാറാട് കലാപങ്ങൾ ആവർത്തിക്കുമെന്നുള്ളതാണ്. 10-25 വർഷത്തിൽ ആദ്യത്തെ 20 വർഷം കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും ഉപയോഗിക്കാതിരുന്ന, ഉന്നയിക്കപ്പെടാതിരുന്ന കലാപങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇപ്പോഴെങ്ങനെയാണ് വീണ്ടും വരുന്നത്? അത് മനഃപൂർവ്വമല്ലേ?
അത് കലാപം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഓർമ്മിപ്പിക്കലല്ലേ. അതിനുശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ആ പാർട്ടി UDF അധികാരത്തിൽ വന്നാൽ ആ സംഘടന ആഭ്യന്തരം ഭരിക്കുമെന്നും ഇവിടെ മാറാട് ആവർത്തിക്കുമെന്നും പറഞ്ഞതായിരുന്നു AK ബാലൻ്റെ ലൈൻ. അതിനുശേഷം പിന്നെ മറ്റേ ഖുറാൻ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഞാൻ ഹദീസ് വായിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഉദ്ദേശിച്ചത് വർഗീയതയാണ്, ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളുടെ അപരവൽക്കരണമാണ്, ഉദ്ദേശിച്ചത് മുസ്ലിം വന്ന് കേരളം ഭരിക്കുമെന്നാണ്, അതുകൊണ്ട് ബാക്കി എല്ലാവരും തിരിഞ്ഞു നിൽക്കണമെന്നാണ്. ഇത് തന്നെയല്ലേ നായാടി മുതൽ നസ്രാണി വരെ എന്ന ഒരു പാറ്റേണിലൂടെ വെള്ളാപ്പള്ളിയും പറഞ്ഞു വെച്ചത്. മുസ്ലിം ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരുമിക്കുക. നോക്കൂ, സജി ചെറിയാനായാലും AK ബാലനായാലും വെള്ളാപ്പള്ളി നടേശനായാലും വാക്കുകൾക്കപ്പുറം കഴിഞ്ഞ 1, 2, 3 മാസമായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വിരോധമാണ്, മുസ്ലിങ്ങളെ അപരവൽക്കരിക്കലാണ്. ഇതിന് യാതൊരു സംശയവും വേണ്ട. അത് കഴിഞ്ഞ് പറഞ്ഞ് കുറച്ച് കൂടിക്കഴിയുമ്പോൾ അതിനടുത്തൊന്ന് കിടന്ന് കുരുങ്ങിയിട്ട് കാര്യമില്ല. ഈ 3 പേരുടെയും ശബ്ദത്തോടൊപ്പം ഞാൻ വേറൊരു ശബ്ദം കൂടി ചേർത്ത് വയ്ക്കുന്നു. 2019 TV पे आ रहा है, आग लग रहा है, आग लगा रहा है वो लोग. കൈസെ എങ്ങനെയായിരുന്നു ആ വാക്ക്? ഇവരെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് അടുത്തത്. ആഗ് ലഗാൻ വാലെ കോൻ ഹേ? वो उनके कपड़ों से पता चलता है, वो उनके कपड़ों से पता चलता है. പറഞ്ഞത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ ശബ്ദമാണ് സജി ചെറിയാനും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ AK ബാലനും ഉള്ളതെന്ന് വളരെ ദുഃഖത്തോടെ പറയട്ടെ. നിങ്ങൾ നരേന്ദ്രമോദിക്ക് ജയ് വിളിക്കുന്ന ആളാണെന്നല്ല പറയാം, പക്ഷേ പറഞ്ഞ് അവസാനം നിങ്ങൾക്കെല്ലാവർക്കും ഒരേ ചിന്തയും ഒരേ ശബ്ദവും ആയി മാറുന്ന ഒരു വളരെ ഗതികെട്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് ജയിച്ചാലെന്ത് തോറ്റാലെന്ത്, സ്വന്തമായി പറയാനൊരു രാഷ്ട്രീയമില്ലെങ്കിൽ എന്ത് പ്രയോജനം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണത്രേ, കേരളത്തിൻ്റെ മതേതരത്വം സംരക്ഷിച്ച പാർട്ടിയാണത്രേ. പഴയ കഥ പറഞ്ഞ് ആനപ്പുറത്ത് കയറിയിരുന്നതിൻ്റെ തഴമ്പ് പറഞ്ഞ് പണ്ട് പള്ളികൾക്ക് സംരക്ഷണം കൊടുത്തതിൻ്റെ കഥ പറഞ്ഞ് എത്ര കാലം ഇത്തരം നേതാക്കൾ ജനങ്ങളെ പറ്റിക്കും? ഇത് CPM-നെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. ആദ്യം ഈ വിഷയത്തിൽ AK ബാലൻ സംസാരിക്കുമ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അതിനെ പൂർണ്ണമായും അനുകൂലിച്ചല്ല. അദ്ദേഹം എൻ്റെ നിലപാട് അത് അയാളുടെ നിലപാടെന്നൊക്കെ പറഞ്ഞു. എന്തോ കേട്ടില്ല, അസംബന്ധം എന്ന് പറഞ്ഞു. പിന്നെ അത് സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് സാങ്കല്പികമായ ഉത്തരം ഇല്ലെന്ന് എന്ന് പറഞ്ഞ് സത്യത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ആ നിലപാടുണ്ടായിരുന്നില്ല. പക്ഷേ അത് കുലുക്കിയത്, അത് കുളമാക്കിയത് ആരാ? അതിനുശേഷം പിണറായി വിജയൻ്റെ പ്രസ്ഥാനം നമ്മളെല്ലാവരും കേട്ടതല്ലേ. പിണറായി വിജയൻ പറഞ്ഞു ഇപ്പോൾ കലാപങ്ങളില്ല, പണ്ട് കലാപങ്ങൾ ഉണ്ടായിരുന്നു, അതല്ലേ അദ്ദേഹം പറഞ്ഞത്. അതിനെന്താണ് കുഴപ്പമെന്ന്. അപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ആരായി? CPM-നെ ഭരിക്കുന്നത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയാണോ, സംസ്ഥാന നേതൃത്വമാണോ, സംസ്ഥാന സെക്രട്ടറിയാണോ, അതോ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ? അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ അതോടുകൂടി ഇത് മുഴുവൻ കയ്യിൽ നിന്ന് പോയി. മുഖ്യമന്ത്രിയോട് അന്ന് തിരിച്ച് ചോദിക്കേണ്ട ഒറ്റ ചോദ്യമേ ഉള്ളൂ, എൻ്റെ ഭരണകാലത്ത് കലാപം ഉണ്ടായില്ല, പണ്ട് കലാപം ഉണ്ടായി. താങ്കൾ 2016 വന്നത്, കലാപം നടക്കുന്നത് 2002, 2003 അതിനുശേഷമുള്ള കാലത്തോ? അപ്പോൾ സെലക്റ്റീവായി ഈ കലാപത്തെ ഓർമ്മിപ്പിക്കുന്നത് വലിയ അപകടമാണെന്ന് പറയുകയും CPM-ന്റെ നേതൃത്വം അതിനെ പിന്തുണയ്ക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി അതിനെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ ഡോഗ് വിസിലായി. മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി ലൈനാണെന്ന് മനസ്സിലാകുന്നു. CPM സംസ്ഥാന സെക്രട്ടറി അല്ല, മുഖ്യമന്ത്രിയാണ് അനുസരിക്കേണ്ടതെന്ന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടറിയിലുള്ള നേതാക്കൾക്ക് മനസ്സിലാകുന്നു. വെള്ളാപ്പള്ളിയാണ് നമ്മുടെ ആൾ, അതായത് ഗോവിന്ദ മാഷ് അല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ വളരെ ശക്തമായി ഈ വിഷയത്തിൽ വീണ്ടും പ്രതികരിക്കുമ്പോൾ അതിനെ പിൻപറ്റി സജി ചെറിയാനെന്ന് സംസാരിക്കുന്നത്. അനുവാദം കൊടുത്തത്, സംസാരിക്കണമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം. ഇത് ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ഇത് സജി ചെറിയാനെ തിരുത്തുമോ തിരുത്തില്ലയോ എന്ന ചോദ്യത്തിന് സജി ചെറിയാനെ തിരുത്താനുള്ള ധൈര്യം വെള്ളാപ്പള്ളി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് കൈവശം വന്നിരിക്കുന്നു എന്നുള്ളത് അന്നത്തെ അർത്ഥം. ഇന്ന് നോക്കൂ, ഇന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒന്നും പറയാതെ മിണ്ടാതെ അങ്ങ് മാറിപ്പോവുകയാണ് ചെയ്തത്. മുമ്പ് AK ബാലൻ്റെ കാര്യത്തിൽ പറഞ്ഞ അസംബന്ധമെന്ന് ആദ്യം പറയുകയും പിന്നീടുള്ള പ്രസ്താവനകളിൽ അത് മയപ്പെടുകയും ചെയ്തപ്പോൾ ഇന്ന് മൗനമായി. ചുരുക്കത്തിൽ CPM പിണറായി വിജയൻ ആൻഡ് കോ എന്ന കമ്പനിയുടെ കയ്യിലായതുകൊണ്ട് പാർട്ടി നിലപാടും പാർട്ടി നയവുമില്ല. വെള്ളാപ്പള്ളി നടേശൻ തൂക്കിയ വഴിയെ പിണറായി വിജയൻ കൊളുത്തി വെച്ചിരിക്കുന്ന വിളക്കാണ്, അതിലെ ആളുകൾ പോവുകയാണ്. വളരെ വലിയ അപകടമാണ്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, തെരഞ്ഞെടുപ്പ് ജയിച്ചാലും തോറ്റാലും രാഷ്ട്രീയമില്ലെങ്കിൽ എന്ത് പ്രയോജനം? സജി തിരുത്തുമോ എന്നുള്ളതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ സജി ചെറിയാൻ പറഞ്ഞു കുടുങ്ങി എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. പ്രേമലേഖനം വായിച്ചിട്ടുണ്ടാവുമല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകർ. യഥാർത്ഥത്തിൽ പ്രേമലേഖനത്തിൽ സാറാമ്മയും കേശവൻ നായരും കൂടി ചർച്ച ചെയ്യുന്ന സമയത്തിട്ട പേരുകളായിരുന്നു കാസർഗോഡിനും മലപ്പുറത്തിനും കേരളത്തിനുമെങ്കിൽ യഥാർത്ഥത്തിൽ സജി ചെറിയാൻ ഇങ്ങനെ പറയേണ്ടിയേ വരുമായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. അന്ന് കേശവൻ നായർ ഈ സാറാമ്മയും കൂടി ചർച്ച ചെയ്ത പേരുകൾ എന്തൊക്കെയാണെന്നറിയാമോ?
അതിലൊരു പേര് ഇന്ത്യ എന്ന പേരാണ്. തങ്ങൾക്ക് ഭാവിയിൽ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് സാറാമ്മയും കേശവൻ നായരും ഇട്ട പേരിൽ ഒന്നാണ് ഇന്ത്യ. മറ്റൊന്ന് സഹാറ, മറ്റൊന്ന് സിംബോളിസം എന്നിട്ടാലോ എന്ന് ചോദിക്കും. അതേപോലെ ഗദ്യകവിത എന്ന് നമുക്ക് ഇട്ടാലോ എന്ന് കേശവൻ നായർ ചോദിക്കും. കുൾട്ടാപ്പനല്ലേ ഏറ്റവും നല്ല പേര് എന്ന് പറയും. നക്ഷത്രം, തീനാളം എന്നീ പേരുകളൊക്കെയാണ്. ഈ പേരുകളൊക്കെ ഇട്ടിരുന്നെങ്കിൽ സജി ചെറിയാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ സജി ചെറിയാനെ കുറ്റം പറയാൻ പറ്റില്ല. പ്രേമലേഖനത്തിൽ ഇങ്ങനെ ചിന്തിക്കാൻ മനസ്സുള്ള സാറാമ്മമാരും കേശവൻ നായരും ഇല്ലാതെ കേരളമായി പോയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സജി ചെറിയാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളതാണ് എൻ്റെ ലൈറ്റർ നോട്ടിൽ ഈ കാര്യത്തിലുള്ള എൻ്റെ പ്രതികരണം. ഒടുവിൽ അവർ തീരുമാനിച്ച പേര് ആകാശമിഠായി എന്നുള്ള പേരാണ് രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ സജി ചെറിയാൻ മലപ്പുറത്തെ അധിക്ഷേപിക്കുകയാണോ ചെയ്തത്? അല്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം മലപ്പുറത്തിനോടൊപ്പം കാസർഗോഡ് ഒരു ജില്ല കൂടി പറഞ്ഞു. കാസർഗോട്ടെ മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. എന്താ കാസർഗോഡിൻ്റെ പ്രത്യേകത? കാസർഗോഡ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണോ? അല്ല. കാസർഗോഡ് 48% ഹൈന്ദവരും 48% മുസ്ലിം വിഭാഗവും പ്രതിനിധാനം ചെയ്യുന്ന ജില്ലയാണ്. കാസർഗോഡ് എന്തിനാണ് സജി ചെറിയാൻ പറഞ്ഞത്? അവിടെ കാസർഗോഡ് ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് 12 പേർ BJPക്ക് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈന്ദവ മേഖലയിൽ നിന്ന് 12 പേരെ BJPക്കും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് 23 പേരെ മുസ്ലിം ലീഗിനും വിജയിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് സജി ചെറിയാൻ പറഞ്ഞു ഉദ്ദേശിച്ചത്. പക്ഷേ പറഞ്ഞു കുടുങ്ങിയെന്ന് പറഞ്ഞത് അത് പേരിലേക്ക് അദ്ദേഹം മാറ്റി. അവിടെയാണ് കുഴപ്പം സംഭവിച്ചത്. അതല്ലാതെ കാസർഗോഡിനെയും മലപ്പുറത്തെയും കൂടി പറയുമ്പോൾ മലപ്പുറത്തെ മാത്രം എടുത്ത് ഒരു വെള്ളാപ്പള്ളി നടേശൻ്റെ ലൈനാണ്, ഒരു സംഘി സജിയാണ് എന്ന മട്ടിലുള്ള ആക്ഷേപം ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. ഇതാണ്. അല്ലെങ്കിൽ കാസർഗോഡ് പറയേണ്ട കാര്യമില്ല. കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ എന്താ, മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിയാണ്. മലപ്പുറത്തെ സംഘപരിവാറുകാരാണ് അപരവിദ്വേഷത്തിൻ്റെ പേരിൽ അതിനൊരു തെറ്റായ പദപ്രയോഗമാക്കി മാറ്റിയത്. പക്ഷേ കാസർഗോഡിനെ കുറിച്ച് പറയുന്നുണ്ട്. കാസർഗോഡ് നഗരസഭയിൽ 12 പേര് BJPക്കാരാണ് ജനിച്ചത്. അതാണ് പറയുന്നത്. നിങ്ങൾ ഭൂരിപക്ഷ വർഗീയതയുള്ള പ്രദേശത്ത് നിന്നും BJPക്ക് വോട്ട് കിട്ടുന്നതും ന്യൂനപക്ഷ പിന്തുണയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിന് മാത്രമായി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയുന്നതിന് പിന്നിലും തെരഞ്ഞെടുപ്പിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിന് സാന്നിധ്യമുണ്ടെന്നാണ് പറയാൻ ശ്രമിച്ചത്. അത് പേരിലേക്ക് വന്നതുകൊണ്ടാണ് ഈ അപകടമുണ്ടായതെന്നാണ് ഇതിലെ വാസ്തവമായി ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ സജി ചെറിയാനെ അതിനും അപ്പുറത്തേക്ക് കടന്ന് സംഘി ചെറിയാൻ എന്ന മട്ടിലേക്ക് ആക്ഷേപം നടത്തുന്നത് ഒരിക്കലും ശരിയായ രീതിയല്ല. അത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് എന്ന് ഞാൻ ആദ്യമേ പറയുന്നു. ഒന്ന്. രണ്ടാമത്തേത്, ഈ പേരിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സജി ചെറിയാൻ കുടുങ്ങിപ്പോയതിൻ്റെ ഒരു അപകടം യഥാർത്ഥത്തിൽ ഇതിന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിക്കുന്നൊരു പോയിന്റ്, വളരെ പെട്ടെന്ന് ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നത് ഈ ജാർഖണ്ഡിലെ ദുംകയിൽ അന്ന് പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ എതിരെ അന്ന് നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനയാണ്. നേരത്തെ ജിമ്മി വായിച്ച പ്രസ്താവന. വേഷം കണ്ടാൽ അവരെ തിരിച്ചറിയാം എന്ന് പറയുന്നതും പേര് കണ്ടാൽ അവരെ തിരിച്ചറിയാം എന്ന് പറയുന്നതുമൊക്കെ ആ അർത്ഥത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് സജി ചെറിയാൻ ഓർമ്മിക്കാതെ പോയി. അത് തന്നെയാണ് ഭരണഘടനയുടെ കാര്യത്തിലും അദ്ദേഹത്തിന് സംഭവിച്ചത്. പാർട്ടി ക്ലാസ്സുകളിൽ ബൂർഷ്വ ഭരണഘടനയെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് അദ്ദേഹം ഈ ഭരണഘടന ആക്രമിക്കപ്പെടുന്ന കാലത്ത് അതേ ലോജിക്ക് ഉപയോഗിച്ച് സജി ചെറിയാൻ പറയാൻ ശ്രമിച്ചു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതല്ലാതെ അതിനും അപ്പുറത്തേക്ക് ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു പ്രസ്താവന സജി ചെറിയാൻ നടത്തി എന്ന് ഞാൻ കരുതുന്നില്ല. ലീഗ് ഒരു വർഗീയ കക്ഷിയാണ് എന്നൊരു നിലപാട് നിലവിൽ CPM-ന് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയാനുള്ള കാരണം ഇതുവരെയും ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ ആ അർത്ഥത്തിൽ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ ക്യാമ്പയിൻ ഇറങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അത്തരമൊരു കാഴ്ചയെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്ന സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അംഗീകരിക്കുന്നില്ല. ലീഗും യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നില്ല. ലീഗിലെ അണികളും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും കുറിച്ചുള്ള വിമർശനം യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള വിമർശനമാക്കി മാറ്റുന്നത് ഒരു രാഷ്ട്രീയ കൗശലമാണ്. ആ രാഷ്ട്രീയ കൗശലത്തിൻ്റെ അവസാന തീരെയാണ് സജി ചെറിയാൻ എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിലേക്ക്. അതുകൊണ്ട് സജി ചെറിയാൻ തിരുത്തണ്ടേ എന്നല്ല, സജി ചെറിയാൻ ആ പേര് എന്ന് പറഞ്ഞ പ്രയോഗമാണ് തിരുത്തേണ്ടത്. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ അത് പാർട്ടി എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ ആ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞു കുടുങ്ങില്ലായിരുന്നു. ഇനി മുസ്ലിം ലീഗ് എന്താണ് CPM-ന്റെ നിലപാട്? ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ജനാധിപത്യ പാർട്ടിയാണ് എന്ന നിലപാട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവർ 4 വോട്ടിന് വേണ്ടി വർഗീയതയുമായി സന്ധി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് CPM-ന്റെ ലൈൻ. അതിനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ബാന്ധവം അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഒരു ദേശദ്രോഹപരമായ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണെന്ന ഹൈക്കോടതിയിൽ 2014 അഫിഡവിറ്റ് കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അതിൽ നിന്ന് എന്തു മാറ്റമാണ് ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും സംഭവിച്ചത് എന്നുള്ളത് പറയേണ്ടതിൻ്റെ ഉത്തരവാദിത്വം UDF ചെയർമാനായ VD സതീശനാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഇന്ത്യ രാജ്യത്ത് നിരോധിച്ചത് കേന്ദ്ര സർക്കാർ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ്. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് PV നരസിംഹറാവുവാണ് ബാബറി മസ്ജിദിന് ശേഷം
അപ്പോൾ ബാബറി മസ്ജിദിനു ശേഷം 92-ൽ ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച കോൺഗ്രസ് സർക്കാർ 11 വർഷങ്ങൾക്ക് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി ഒരു ദേശദ്രോഹപരമായ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണെന്ന് ഹൈക്കോടതിയിൽ ഉത്തരവ് കൊടുക്കാൻ പോയി ഉമ്മൻചാണ്ടി സർക്കാർ. ഇത് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ലീഗിന് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ കഴിയുക? ഈ ഒറ്റ ചോദ്യമേ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യമുള്ളൂ. അതല്ലാതെ ലീഗിനെ നമുക്ക് ഒരു വർഗീയ കക്ഷിയാണെന്ന് പറയാൻ കഴിയുക? ഇപ്പോഴും ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ നോക്കിയാൽ, ലീഗിൻ്റെ പ്രവർത്തനം നിങ്ങൾ നോക്കിയാൽ, അവരിപ്പോഴും കേരളത്തിൻ്റെ മതേതര മനസ്സിലെ ഒരു ബഫർ സോണായി നിലകൊള്ളുന്ന പാർട്ടിയാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ പക്ഷം. ചരിത്രം പറഞ്ഞാൽ ഒരുപാടുണ്ട്, ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അത് കൃഷ്ണയ്യർ മുതൽ, അത് VBK മേനോൻ മുതൽ, ഇവിടെ SK പൊറ്റക്കാടടക്കം, R ശങ്കർ അടക്കം ഒരുപാട് നേതാക്കളെ പിന്തുണച്ച പാർട്ടിയുടെ പേരാണ് ഈ മുസ്ലിം ലീഗ് എന്നുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷിയായി മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിലൊരു കാര്യം, അതിനിടയ്ക്ക് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പറയുന്നൊരു ചോദ്യം കേട്ടു. CPM-ന് ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ മുസ്ലിം നാമധാരികളെ വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് ചോദിച്ചു. അതിനുള്ള ഉത്തരം, അമ്പലപ്പുഴയിൽ ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് സലാം എന്നാണ്, CPM-ൻ്റെയാണ്. ഇരവിപുരത്ത് ഹൈന്ദവ മേഖലയിൽ ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് നൌഷാദ് എന്ന, ഗുരുവായൂരിൽ ജയിപ്പിച്ച സ്ഥാനാർത്ഥിയുടെ പേര് അക്ബർ എന്ന, കുന്നംകുളത്ത് AC മൊയ്തീൻ, ഷൊണ്ണൂരിൽ മമ്മിക്കുട്ടി, കൊയിലാണ്ടിയിലെ ആരായിരുന്നു നേരത്തെ MLA ദാസനായിരുന്നു, K ദാസൻ. ഇപ്പോൾ നമുക്കറിയാം കൊയിലാണ്ടിലെ ഇപ്പോൾ നമ്മളെ വിട്ടുപോയ കാനത്തിൽ ജമീലയാണ് വിജയിപ്പിച്ചത്. ഹൈന്ദവ ഭൂരിപക്ഷ മേഖലകളിൽ മുസ്ലിം കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കുന്നതിൽ CPM-ന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. അത് വസ്തുത അറിയാതെയാണ് ലീഗ് നേതാവ് പറഞ്ഞത്. 2 വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നാൽ ലീഗിലുള്ള ഉത്തരവാദിത്വപ്പെട്ട നേതാവ് ചില നടത്തുന്ന പ്രസ്താവനകൾ ലീഗ് യഥാർത്ഥത്തിൽ ഒരു വർഗീയ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് കൈക്കൊള്ളുന്നു എന്ന് സംശയം ജനിപ്പിച്ച് തെറ്റുപറ്റാൻ പറ്റുമോ? മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ നേതാവ് ലീഗിൽ ഇപ്പോൾ ഈ തവണത്തെ സ്ഥാനാർത്ഥിയാവാൻ പോകുന്ന നേതാവാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണം എന്ന് പറഞ്ഞത് ഇതേ നേതാവാണ്. എന്തുകൊണ്ടാണ് ആ നിലപാട് ലീഗ് മറന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ശക്തമാവുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ 2 വാചകം കൂടി ഞാൻ പറയാം. മുസ്ലിം ലീഗ് വിട്ട് CPM-ൽ ചേരുന്നവർ ദീൻ വിട്ടവരാകുന്നു എന്നാണ് മുസ്ലിം ലീഗിലൊരു നേതാവ് പറഞ്ഞത്. പച്ചവർഗീയതയല്ലേ? മുസ്ലിം ലീഗ് വിട്ട് CPM-ൽ ചേരുന്നവർ ദീൻ വിട്ടവരാകുന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ എങ്ങനെയാ കൃത്യമായിട്ട് വർഗീയതയും മതവും രാഷ്ട്രീയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുക? മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞത്, അല്ലാഹുവിൻ്റെ അടുക്കൽ അന്യമതക്കാരന് സ്ഥാനമില്ല, ഇവർ ചെകുത്താൻ്റെ കൂടെ ഉറങ്ങേണ്ടവരാണ്, അവർ സിറാത്തും പാലം കടക്കുകയില്ല, അതുകൊണ്ട് മുസ്ലിമായി എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ക്യാമ്പയിൻ നടത്തിയിരുന്നത് ഈ നേതാവല്ലേ? എങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന നേതാക്കൾ സ്വാഭാവികമായും വർഗീയത പറയുന്നവരാണ് എന്ന മട്ടിലേക്കുള്ള വ്യാഖ്യാനം സ്വാഭാവികമായിട്ടും വരും. അതുകൊണ്ട് നമ്മൾ ലീഗിനെ പൊതുവെ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ ജനാധിപത്യ പാർട്ടി എന്ന് പറയുമ്പോഴും അതിൽ ചില നേതാക്കളെങ്കിലും തീവ്രമായ ആ വർഗീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരായിട്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർക്കുമ്പോൾ അവർ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള CPM ലൈനാണ് യഥാർത്ഥത്തിലുള്ളത്. ലീഗ് ഒരു വർഗീയ കക്ഷിയാണെന്നൊരു നിലപാട് ഇതുവരെയും CPM എടുത്തിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സജി ചെറിയൻ പറഞ്ഞതിനെ ഭാഗികമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഭാഗികമായി സജി ചെറിയൻ്റെ ഭാഗത്തും തെറ്റുണ്ട് പേരിൻ്റെ കാര്യത്തിൽ. പകരം പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നിന്ന് മുസ്ലിം ലീഗ് മാത്രം ജയിക്കുന്നതും ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് BJP മാത്രം ജയിക്കുന്നതും വർഗീയതയുടെ അല്ലെങ്കിൽ ഒരു ജനാധിപത്യത്തിന് മതേതരത്വത്തിന് ഭീഷണിയാണെന്ന് വേണമെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്താം. അതിനകത്ത് എന്താ തെറ്റ്? ഇത്രയും പരിണതപ്രജ്ഞനായ ഒരാൾ ഇങ്ങനെയൊക്കെ പറയൂ? അതാണ് അവിടെയാണ് ചോദ്യം. അതാണ് അദ്ദേഹത്തെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ കാസർഗോഡിനെ നമ്മൾ വിസ്മരിച്ചു. എല്ലാവരും മലപ്പുറത്തെ മാത്രം എടുത്തു. കാസർഗോഡും അദ്ദേഹം പറയുന്നുണ്ട്. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സജിയെ തിരുത്തണ്ടേ എന്ന ചോദ്യത്തിന് ഭാഗികമായി സജിയെ തിരുത്തണം. സജി അത് തിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ് എന്ന് 1, നോ എന്ന് 2. Meet the editors.